അപ്പോൾ ഇതെല്ലാം ഇവരുടെ ഏറ്റവും യൗവന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് ഇവർ ചെയ്ത ഇതാണ്. ഇപ്പോൾ ബാക്കി രാജേഷ് ഏട്ടൻ, ശബരീഷ് ഏട്ടൻ, അഭിറാം ഏട്ടനൊക്കെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനാണ്. അപ്പോൾ ഈ രണ്ട് കാലഘട്ടത്തിൻ്റെയും ഒരു ബ്ലെൻഡാണ്. അതിനിടയിൽ അരുൺ ചേട്ടനുണ്ട്, സിദ്ധാർത്ഥ് ഭരതനുണ്ട്. ഇവർ 2000-ൻ്റെ തുടക്കം, ഫോർ ദി പീപ്പിളും നമ്മളും അങ്ങനെയുള്ള സിനിമകളിൽ വന്ന്, അപ്പോൾ ശരിക്കും ഒരു 3 ജനറേഷൻ, ഏകദേശം ഒരു 3 കാലഘട്ടത്തിലെ ആളുകൾ ഈ സിനിമയിൽ ഉണ്ട്. അപ്പം അതങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഇവരുടെ അപ്പം ഇങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ 3 ജനറേഷനിലുള്ള ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അതൊരു മൾട്ടി ജനറേഷണൽ കാസ്റ്റ് തന്നെയായിരുന്നു ഈ ഒരു സിനിമയിൽ, ധീരൻ എന്നുള്ള സിനിമയിൽ. അപ്പം ക്രിയേറ്റീവ് കൊളാബറേഷൻ വൈസ് നോക്കുവാണെങ്കിൽ ഭയങ്കര അധികം ഇൻറ്റൻസിറ്റി കൂടുതലാണ് അവിടെ. അപ്പം അത് എത്രത്തോളം ഈ സിനിമയെ അത് പോസിറ്റീവായിട്ട് അത് ഇമ്പാക്ട് ചെയ്തു? അത് എങ്ങനെ, അത് കുറച്ചും കൂടെ പാടായിരുന്നോ അതോ ബ്ലെൻഡ് ചെയ്യാൻ കുറച്ചും കൂടെ പാടായിരുന്നു? അങ്ങനെ ഇല്ല, എല്ലാം ഇപ്പം ഇവരെല്ലാവരും കൂടെ വന്നത് ആക്ച്വലി സിനിമയ്ക്ക് ഭയങ്കര നല്ലതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇവരുടെ സീനിയർ ആർട്ടിസ്റ്റുകളുടെ ഒരു എക്സ്പീരിയൻസ്, അവർക്ക് നമ്മൾ ഒരിക്കലും ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഇങ്ങനെ പെർഫോം ചെയ്യണം അങ്ങനെയൊന്നും ഒരിക്കലും അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനില്ല. ചിലപ്പോൾ നമ്മുടെ ക്യാരക്ടറിൻ്റെ മീറ്റർ കുറച്ചുകൂടെ ഒന്ന് ലൗഡ് ആവണം ചേട്ടാ, അല്ലെങ്കിൽ അവിടെ അത്ര ഇതാവണ്ട, കുറച്ചുകൂടെ സട്ടിലായിട്ട് പിടിക്കണം, അങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് മാത്രമേ എനിക്ക് ഇവരുടെ അടുത്തൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ.